എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് കോസ്കോയിൽ പോയാലോ? കുറേ നാളായില്ലേ കോസ്കോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ട്. അപ്പോൾ എന്തായാലും എനിക്കിന്ന് അവിടെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പോകുമ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. നമ്മൾ ആദ്യം തന്നെ കാർ വാഷ് ചെയ്യാനാണ് പോണേ. ഞാൻ ഇതിനു മുമ്പ് പോയി അവിടുത്തെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും അന്ന് കാണിക്കാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കാണിക്കണേ. അപ്പം നമ്മൾ ഒരു മാസത്തേക്കൊക്കെ അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കാർ വാഷ് ചെയ്യാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഇവിടെ വരാറുണ്ട്. അങ്ങനെ ദേ ഇപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളവിടെ വണ്ടി വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുക. നല്ല അടിപൊളി പച്ചപ്പും മരങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ബെഞ്ചൊക്കെ ഇട്ടേക്കണോണ്ടേ നമുക്ക് പുറത്തൊക്കെ വേണമെങ്കിൽ ഇരിക്കാം. പക്ഷേ അകത്തും ഉണ്ട് കേട്ടോ സീറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കയറട്ടെ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ അതൊന്നും അധികം നിങ്ങളങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഒരു വെൻഡിങ് മെഷീൻ കാണാൻ സാധിക്കും കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ കാറ് വാഷ് ചെയ്യണ ഏരിയ. നമുക്ക് ഈ ഗ്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ മെഷീനിലാണ് കേട്ടോ ഈ ഒരു കാറൊക്കെ ഇങ്ങനെ കഴുകണത്. അല്ലാതെ കൈ കൊണ്ടൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മൊത്തത്തിൽ കാറിൻ്റെ അകത്ത് ഉപയോഗിക്കണ ഓരോരോ ഐറ്റംസുകളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഷീറ്റുകളും പിന്നെ കാറ് തുടക്കണ ആ ഒരു ടർക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഓരോരോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇവിടെ എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ സീറ്റ് കവറുകൾ അങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയും കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാറ് വാഷ് ചെയ്യണം ലിക്വിഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാനിവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അവർ കാറ് കഴുകാൻ 10 മിനിറ്റ് മതി കേട്ടോ. അധികം നേരമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ കാറ് കഴുകി കിട്ടും. ആ കാറ് കഴുകിയതേ ആ പുറത്ത് ആ ഭാഗത്ത് കണ്ട അങ്ങനെ അവിടെ വരും. അങ്ങനെ നമ്മുടെ കാറ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റായിട്ട് ഇവരെല്ലാവരും കൂടി മൊത്തത്തിൽ പുറമൊക്കെ ഒന്ന് തുടച്ച് ആ ടയറൊക്കെ ഒന്ന് കഴുകി ഒന്ന് ക്ലീനാക്കി തരും. ഇതേ കണ്ടില്ല എത്ര പേരാണെന്ന് അറിഞ്ഞാൽ ആ കാറ് ലാസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് മിനുക്ക് പണി നടത്തണത്. ചുറ്റിനും നിന്നിട്ടാണ് അവർ തുടക്കണത്. കുഴപ്പമില്ല കേട്ടോ. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റോഡുകളിൽ വലിയ ചെളിയോ കുഴിയോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കാർ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ അഴുക്കൊന്നും ആകൂല. ഇനിയിപ്പോൾ നമുക്ക് നേരെ കോസ്കോയിലേക്ക് പോകാം. നമ്മൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ടാണ് വന്നേക്കണത്. അതുകൊണ്ട് തന്നെ പിള്ളേരൊന്നുമില്ല കേട്ടോ. ഞാൻ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനെയൊക്കെ ഇറങ്ങും. വല്ല പർച്ചേസിങ്ങും കാര്യങ്ങളാണ് പിന്നെ കാർ വാഷ് ചെയ്യാനാ അങ്ങനെയൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കോസ്കോ പോയിട്ട് കുറേ നാളായിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ പോരാത്തതിന് സമ്മറൊക്കെ കിടന്നപ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഞാൻ പറയാറില്ലേ ഓരോ തവണ ചെല്ലുമ്പോഴും കോസ്കോയിൽ ഓരോരോ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും സാധനങ്ങളിലൊക്കെ. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അവിടെ എന്തൊക്കെയാണ് ഇത്തവണ മാറ്റങ്ങൾ വന്നേക്കണേന്ന്. അപ്പോൾ അതേ നമ്മൾ കോസ്കോൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ്. കാറുകളൊക്കെ കണ്ടില്ലേ. ഈ വർക്കിംഗ് ഡേ ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഏത് സമയത്ത് വന്നാലും ഏറ്റവും തിരക്കുള്ളൊരു സ്ഥലമാണ് ഈ കോസ്കോ എന്ന് പറയണത്. അങ്ങനെ അതേ നമ്മൾ ഈ കോസ്കോയുടെ വേറൊരു സൈഡിൽ കൂടിയുള്ള ഡോറിൽ കൂടി അകത്ത് കയറിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ചെടികളാണ് കേട്ടോ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ ചെമ്പരത്തി പൂവ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടാ. ചെമ്പരത്തി പൂവ് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വിൽക്കാൻ വെക്കുമെന്നൊന്നും നമ്മളങ്ങനെ പ്രതീക്ഷിക്കണേ ഉണ്ടായിരുന്നില്ല. എന്തോരം ചെടികളാണെന്ന് അറിഞ്ഞാൽ. ഇതിൻ്റെ വേര് കാണാനാണ് ഏറ്റവും രസം. ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. അതെന്താണ് അങ്ങനെ ഇരിക്കണേന്ന് എനിക്കറിയില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തോരം ചെടികളാണെന്ന് അറിഞ്ഞാൽ മിക്കതും ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു തൈകളും ഒക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. ഈ ചെടികളൊക്കെ ഉള്ളതിൻ്റെ ചെടിച്ചട്ടി കണ്ടില്ല. ഇങ്ങനെ ചകിരി പോലെ വെച്ചിട്ടാണ് അതിൻ്റെ ചട്ടി ഇരിക്കുന്നത്. ഇതിങ്ങനെ ഹാങ് ചെയ്യണ ടൈപ്പുള്ള ചെടിച്ചട്ടികളാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ മാത്രമല്ല എല്ലാത്തിനും നല്ല റേറ്റ് തന്നെയാണ്. ഒരു $30 താഴെയായിട്ട് ഒന്നും വരില്ല. പിന്നെ എല്ലാത്തിനും നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലോണം പൂക്കളുണ്ടാവും. അതിങ്ങനെ പോകുകയൊന്നുമില്ല. കുറേ നാളിങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കും. ആളുകൾ എന്തോരമാണെന്ന് അറിഞ്ഞാൽ വാങ്ങിക്കണം. ഈ ഉണ്ടായി നിൽക്കണത് മുളകാണെന്ന് തോന്നണ്ട കണ്ടിട്ട്. എന്താണെന്നാവോ മുളക് തന്നെയാണ് തോന്നണല്ലേ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായി നിൽക്കണ കാണാനുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ തക്കാളിയുടെ തൈയാണ് കേട്ടോ. തക്കാളി ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ തക്കാളി തൈയാണ്. ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ എൻ്റെ തക്കാളി തൈകൾ. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുള്ള് ചെടികളും പൂക്കളും ഒക്കെ.
അതിന് ശേഷം ഉണ്ട് പിന്നെ ഞാൻ അകത്തേക്ക് കയറിയത്. എനിക്ക് അകത്തേക്ക് കയറാനേ തോന്നുള്ളൂ. ആദ്യം ഈ ചെടികൾ കണ്ടു കഴിഞ്ഞപ്പോഴേ അകത്തേക്ക് കയറിയപ്പോഴും ഫസ്റ്റ് തന്നെ അതേ ചെടികളാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതും ചെമ്പരത്തി പൂവിൻ്റെ ചെടികൾ. അതിൻ്റെ അതേ വേര് കണ്ടില്ലേ, ഇങ്ങനെ 3-4 കൊമ്പുകൾ ഇങ്ങനെ കെട്ടുപിണഞ്ഞാണ് അതിൻ്റെ ആ ഒരു തടി വന്നേക്കണത്. ഫുള്ള് പൂക്കളാണ് കേട്ടോ. പൂക്കളും അതുപോലെ തന്നെ മൊട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ലോണം വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ലോണം പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു കാലാവസ്ഥയിൽ. പല വെറൈറ്റി പൂക്കളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോൾ കണ്ടില്ലേ, വേറൊരു ടൈപ്പ് പൂക്കളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒന്നിൻ്റെയും പേര് എനിക്കറിയില്ല. എന്തായാലും പൂക്കൾ ഇഷ്ടമാതിരി ഉണ്ടായി നിൽപ്പുണ്ട് പല കളറിലായിട്ട്. എന്തായാലും നല്ല രസമുണ്ടല്ലേ. നിങ്ങളെന്തായാലും ഇതിനെക്കുറിച്ചിട്ടൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ ഏത് സ്ഥലത്ത് നിന്നാലും ഇപ്പോൾ ഇങ്ങനത്തെ പൂക്കളുടെ ചെടികളൊക്കെയാണ് കാണാൻ സാധിക്കുക. പിന്നെ അതിന് ശേഷം പിന്നെ ഡ്രസ്സുകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ ഒരു സമ്മറിലേക്ക് കടന്നപ്പോഴത്തേനും അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളൊക്കെയാണ് കാണുന്നത്. ഇങ്ങനെ കനം കുറഞ്ഞതും ഹാഫ് കൈ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ്. ഇത് അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഡ്രസ്സിനൊക്കെ. അതേ കണ്ടില്ല, ഇത് ലേഡീസിൻ്റെ ഷർട്ടുകളാണ് ഈ കാണുന്നത്. പല കളറിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ പാൻറ്റുകൾ എല്ലാവർക്കും ഉള്ളതുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എല്ലാവർക്കും കിട്ടും. പിന്നെ ഇത് ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. പല ടൈപ്പിലുള്ള ഇലക്ട്രോണിക്സുകളൊക്കെ കിട്ടും, ഓഫറൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ചെരുപ്പിൻ്റെ സെക്ഷനാണ്. വീണ്ടും നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇത് വേറൊരു ഏരിയയിലാണ് കേട്ടോ. ഇവിടെ ഈ നിക്കറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കണത്. ഒക്കെ കനം കുറഞ്ഞ ടൈപ്പേ. സമ്മർ വന്നപ്പോൾ അതനുസരിച്ചാണ് വന്നേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ ഫ്രൈഡ് ചിക്കൻ്റെ ഏരിയ ആണ് കേട്ടോ. ഈ ഫ്രോസൺ ആയിട്ട് കിട്ടൂലേ. അപ്പോൾ ഇവിടെയൊക്കെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിട്ടാണ് കേട്ടോ കിട്ടുള്ളൂ. ചെറിയ പാക്കറ്റായിട്ടൊന്നും കിട്ടൂല, ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് കിട്ടണത്. അപ്പോൾ നമുക്കത് വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഫ്രൈഡ് ചിക്കനൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ ഇത് ഫിഷിൻ്റെ ഏരിയ ആണ്. ഫിഷും കണ്ടില്ലേ എന്ത് ക്വാണ്ടിറ്റിയിലാണ് നോക്ക്. മീനുകളൊക്കെ ഒരു മീന 2 മീന അങ്ങനെയൊന്നും കിട്ടൂല. ഈ ഒരു പാക്കഡായിട്ട് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. എല്ലാത്തിനും നല്ല വിലയാണ് കേട്ടോ. ഏറ്റവും കുറവ് ഒരു $20 ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കണത്. 20-40 അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വില പോകുന്നത്. എന്തോരം ക്വാണ്ടിറ്റിയിലാണെന്ന് അറിഞ്ഞാൽ ഫിഷുകളൊക്കെ വെച്ചേക്കണം. പക്ഷെ എല്ലാം നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. വില കൂടുതലാണെന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിന് മുമ്പ് ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഹോട്ട് ഡോഗൊക്കെ കഴിക്കേണ്ട ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും അതൊന്നും കഴിക്കണമൊന്നുമില്ല, ഞങ്ങൾ വേഗം ഇറങ്ങണേണ്, പിള്ളേരും ഇല്ലല്ലോ. പിന്നെ മാത്രമല്ല നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴേ വീഡിയോ എടുക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ കോസ്കോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും വന്നപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.